നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരുപാട് സെറ്റിങ്സ് നമ്മുടെ ഫോണിനകത്തുണ്ട്. പലപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള സെറ്റിങ്സുകളൊന്നും ശ്രദ്ധിക്കാറില്ലെങ്കിലും നമ്മുടെ ഡാറ്റകൾ ചോർത്തിക്കൊണ്ടു പോകാൻ വരെ പെർമിഷനുകൾ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിനകത്ത് ഏതൊക്കെ സമയത്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻസ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്താനും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാനും സാധിക്കും. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടുവെക്കണം. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി എന്നൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം. ഒന്ന് പെർമിഷൻ മാനേജർ എന്നും രണ്ടാമത്തെ പ്രൈവസി ഡാഷ്ബോർഡ് എന്നുള്ളതും രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ പ്രൈവസി ഡാഷ്ബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, ക്യാമറ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്, മൈക്രോഫോൺ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അവസാനം 24 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസുകൾ ഇവിടെ താഴെ ഭാഗത്ത് കാണും. ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് 11 ആപ്ഷനാണ്. നമ്മളതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ സമയത്താണ് നിങ്ങളുടെ ലൊക്കേഷൻ പെർമിഷൻ ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. ഇടതുഭാഗത്ത് സമയം കാണാം. രാവിലെ 6:48 ഗൂഗിൾ പ്ലേ സ്റ്റോർ നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ 6 മണിക്ക് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് 5:55 ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമ്മളൊരിക്കലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ വാട്സപ്പോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ ഡാറ്റകളൊക്കെ ആവശ്യമുള്ള സമയത്ത് അവർക്ക് എടുക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞ ദിവസത്തെ വിവരങ്ങളാണ്. തൊട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ സമയങ്ങളിൽ നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ക്യാമറ പെർമിഷൻസ് ഉണ്ട്. ഇത് 3 ആപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ക്യാമറ ആപ്പും, രണ്ടാമത്തെ സൂപ്പർ മണി ആപ്പും, മൂന്നാമത്തെ വാട്സപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെ സമയത്താണ് നമ്മുടെ ക്യാമറ പെർമിഷൻ ഉപയോഗിച്ചതെന്ന് കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ മൈക്രോഫോണ്, കലണ്ടർ തുടങ്ങിയിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും നിങ്ങളുടെ പെർമിഷൻസ് ഉപയോഗിക്കുന്നുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇതെങ്ങനെ ഓഫ് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം. ഇത് ഓഫ് ചെയ്യാന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാത്ത 3 മാസത്തിലൊരിക്കോ 6 മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കോ ഒക്കെ ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് ഇത്തരം പെർമിഷൻസുകൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾ പെർമിഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ക്യാമറ പെർമിഷനാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ക്യാമറ പെർമിഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പക്ഷേ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ മാനേജ് പെർമിഷൻ എന്നുള്ള ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം ഏതൊക്കെ ആപ്പുകളാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇത്രയും ആപ്പുകൾക്ക് പെർമിഷൻസ് കൊടുത്തതാണ്. അപ്പോൾ ഏതെങ്കിലും ആപ്പിന് ക്യാമറ പെർമിഷൻ വേണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം അലോ ഓൺലി വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ളത്. ഇത് നേരെ ഡോണ്ട് അലോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് സമയത്താണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എയർടെലിൻ്റെ ആപ്പിലാണ് ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എയർടെലിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ പെർമിഷൻ ആവശ്യമാണെങ്കിൽ അവർ ചോദിക്കുന്ന സമയത്ത് മാത്രം കൊടുക്കുക. ആവശ്യം കഴിഞ്ഞാൽ ആ പെർമിഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് ആപ്പുകളൊക്കെ നിങ്ങളുടെ പെർമിഷൻസൊക്കെ എടുക്കുന്നുണ്ട്. പല ആപ്പുകളും തേർഡ് പാർട്ടി ആപ്പുകളായതുകൊണ്ട് നിങ്ങളുടെ ഡാറ്റകൾ ചോർത്താനും അതുപോലെ തന്നെ ക്യാമറ ഉപയോഗിച്ച് നിങ്ങളെ ട്രാക്ക് ചെയ്യാനൊക്കെ സാധിക്കും. നിങ്ങളിപ്പോൾ ചില ആളുകൾ ബാത്റൂമിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ട് പോകാറുണ്ടെങ്കിൽ ക്യാമറയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വരെ അവർ നിങ്ങളുടെ ക്യാമറ ഉപയോഗപ്പെടുത്തും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവസിയെ ബാധിക്കുന്ന സെറ്റിങ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.